എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായി കണ്ടിട്ടില്ലേ? ഐഡന്റിറ്റീസിൻ്റെ നമുക്ക് അവസാന ഭാഗത്തേക്ക് കിടക്കാം. പേജ് നമ്പർ 94 നോക്കി കഴിഞ്ഞാൽ കലണ്ടർ മാത്താണ്. അതിന് മുന്നായിട്ട് അതിൻ്റെ മേലെ ഒരു ബോക്സ്, ഒരു ബ്ലൂ കളറിലൊരു ബോക്സിൽ ഉണ്ടാകും. ടേക്ക് സം പെയർസ് ഓഫ് നമ്പേഴ്സ് വിത്ത് ദ സെയിം സം ആൻഡ് ഫൈൻഡ് ദെയർ പ്രോഡക്ട്സ്. How does the product change with the difference of the number? What's an easy method to find the largest product? എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് രണ്ട് നമ്പർ, ഒരു പെയർ ഓഫ് നമ്പേഴ്സ് എടുക്കുക, കുറേ പെയർ ഓഫ് നമ്പേഴ്സ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് സെയിം ആയിരിക്കണം. അങ്ങനെ സമ്മ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സമ്മ് സെയിം കിട്ടുന്ന പോലെ നമ്പർ ഓഫ് പെയേഴ്സ് എടുക്കുക. ഒരു പെയർ എന്ന് പറയുമ്പോൾ രണ്ട് നമ്പർ ഉണ്ടാവും അല്ലേ? അങ്ങനത്തെ കുറേ പെയേഴ്സ് എടുക്കുക. എന്നിട്ട് ആ പെയറിലത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അതിന് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഈ പെയേഴ്സിൻ്റെ ഡിഫറൻസും ഇത് തമ്മിൽ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഒരു ഈസി മെത്തേഡ്? ലാർജസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ? ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഈസി മെത്തേഡ് എന്താണെന്നാണ് ചോദ്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തന്നെ ഞാനത് കാണിച്ചു തരുമ്പോൾ, ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. അത് പഠിക്കാനുള്ള ഭാഗം ആണോ എന്ന് എനിക്കറിയില്ല. എങ്ങാനും അത് വെച്ച് വല്ല ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ വിചാരിച്ചേ. ഇപ്പോൾ വല്ലാണ്ട് വലിയ നമ്പറിലേക്ക് പോകണ്ട. വലിയ നമ്പർ ആകുമ്പോൾ കുറേ പെയർ ഓഫ് നമ്പേഴ്സ് കിട്ടും, സമ്മ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 20 എടുക്കാം. അപ്പോൾ 20 ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്ന നമ്പർ. ഇനി ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടുന്ന പോലെയുള്ള കുറേ പെയർ ഓഫ് നമ്പേഴ്സ് നമുക്ക് എടുക്കണം. അതായത് രണ്ട് നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ആയിക്കോട്ടെ, രണ്ട് നമ്പർ, പക്ഷേ ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടണം. അങ്ങനെ എത്ര പെയർ നമ്പർ നമുക്ക് കിട്ടുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. 20 കിട്ടണമെങ്കിൽ 19ഉം 1ഉം നമുക്ക് എടുക്കാം ഇല്ലേ? 1ഉം 19ഉം. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടിയില്ലേ? 2ഉം 18ഉം എടുക്കാം. 3 17, 4 16 അല്ലേ? ഒക്കെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 20 അല്ലേ കിട്ടാൻ നോക്കിയേ. 5ഉം 15ഉം, പിന്നെ 6 14, 7 13, 8 12, 9 11, 10 10. ഇനി എടുക്കാൻ പറ്റുമോ? ഇനിയും വേണം എടുക്കാം. അപ്പോൾ ഇവിടെ 11, ഇവിടെ 9 വരും. അത് ഇത് തന്നെയാണ് അല്ലേ? വീണ്ടും ഇത് തന്നെയാണ് ഇനി ആവർത്തിക്കാൻ പോകണം. അപ്പോൾ നമുക്കത് വേണ്ട. നമുക്ക് 10ഉം 10ഉം വരെ മതി. അപ്പോൾ ഇത്ര പെയർ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പെയർ കിട്ടും. ഇപ്പം നാച്ചുറൽ നമ്പർ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ കുറേ അരയും മുക്കാലും അങ്ങനെ ഫ്രാക്ഷനോ ഡെസിമലൊക്കെ ആയിട്ട് വേറെ കുറേ നമ്പേഴ്സ് കിട്ടും. ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഫ്രാക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര പെയർ കിട്ടി? 10 പെയർ കിട്ടി അല്ലേ? ഇത് ചെറുതാവും തോറും ഇത് ചെറുതാവും. ഈ നമ്പർ, നമ്മൾ എടുത്തിരിക്കുന്ന നമ്പർ ചെറുതാവും തോറും ഈ നമ്പേഴ്സ് പെയറിൻ്റെ എണ്ണം കുറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എടുക്കുമ്പോൾ വല്ലാണ്ട് വലിയ നമ്പറിലേക്ക് പോകണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 10 പെയർ ഓഫ് നമ്പേഴ്സ് കിട്ടി. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം എത്രയാണ്? 20 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസും നമുക്ക് കണ്ടുപിടിക്കണം, പിന്നെ പ്രോഡക്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താ? 19 നിന്ന് 1 മൈനസ് നമുക്ക് 18 കിട്ടി. അപ്പോൾ ഡിഫറൻസ് ഇവിടെ കിടക്കട്ടെ, ഡിഫറൻസ്. ഇനി പ്രോഡക്റ്റും നമുക്ക് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ എഴുതാം. ഇതിപ്പോൾ ഒരു ടേബിൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. പ്രോഡക്റ്റ് ഒരു കള്ളി, പെയർ ഓഫ് നമ്പേഴ്സ് പറഞ്ഞിട്ട് ഇത് എഴുതാം, പ്രോഡക്റ്റ് എഴുതാം, ഡിഫറൻസ് എഴുതാം. രണ്ടും അപ്പുറത്ത് തന്നെ എഴുതാം. അതാണ് ടേബിളൊക്കെ വരയ്ക്കുമ്പോൾ കാണാൻ ഭംഗി അങ്ങനെ ഇരിക്കും അല്ലേ? ഡിഫറൻസ് ഒരെണ്ണത്തിൽ, പിന്നെ പ്രോഡക്റ്റ് സമ്മ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ 20 എന്ന് വേണമെങ്കിൽ അതൊരു കോളം എഴുതി വെച്ചോളൂ. അതിന് ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 18 വരും അല്ലേ? 19 1 പോയി 18. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താ? 19 × 1 19. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 16 വരും. രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 36 കിട്ടും അല്ലേ? ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ടേബിള്. അപ്പോൾ നോക്കിയേ, രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് 18 അല്ലേ? 1ഉം 19ൻ്റെയും ഡിഫറൻസ് 18 കിട്ടിയപ്പോൾ പ്രോഡക്റ്റ് 19 വന്നു. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു പ്രത്യേകത നോക്കിയേ, ഡിഫറൻസ് താഴത്തേക്ക് വരുന്നതോറും കുറഞ്ഞ് ലാസ്റ്റ് 0യിലേക്ക് എത്തി. അതേസമയം പ്രോഡക്റ്റോ ഡിഫറൻസ് കുറയുന്നതോറും പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ലാസ്റ്റ് ആയിരുന്നു
ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ഡിഫറൻസ് 0 ആയ സമയത്ത് 10 പോയപ്പോൾ 0 കിട്ടിയ സമയത്ത് 10 × 10 100. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഡിഫറൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് പ്രോഡക്റ്റ് കൂടുന്നു അല്ലേ? എന്ത് ചേഞ്ച് ആണ് അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പ്രോഡക്റ്റിന് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് ഡിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ? When the difference of the numbers in the number pair decreases, the product increases. അല്ലേ? ഇത് ഡിഫറൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എന്തായി വരുന്നു? കൂടി വരും, ഇൻക്രീസ് ചെയ്യും. അടുത്ത ദിവസം നമുക്ക് നോക്കാം. മാർക്ക് 4 numbers forming a square in a calendar. ഒരു കലണ്ടറിൽ 4 നമ്പേഴ്സ് ഒരു സ്ക്വയർ പോലെ ഫോം ചെയ്യണം. Add the squares of the diagonal pair and find the difference of these numbers. അതായത് ഡയഗണൽ പെയേഴ്സ് എടുക്കണം. നമ്മളിത് മുന്നേ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഡയഗണൽ പെയേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം ഇവിടെ തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിൾ 4, 5, 11, 12. അപ്പം അതിൻ്റെ എന്താ വന്നിരിക്കുന്നത്? 4² + 12² = 160 ഇട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഡയഗണൽ പെയേഴ്സ് ഏതൊക്കെ? 11ഉം 5ഉം. 11² + 5² = 146. ഇനി 146ഉം 160ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ 14 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഡു ദിസ് ഫോർ അതർ 4 numbers. ഇതന്നെ വേറൊരു 4 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുത്തിട്ട് കലണ്ടറിലത്തെ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എളുപ്പമുള്ളത് നിങ്ങളുടെ ഉടനെ എടുത്തു മാത്രം എടുത്തിട്ട് ചെയ്ത് നോക്കുക. എത്രയാണ് ഇങ്ങനെ ഡയഗണൽ സ്ക്വയറുകളുടെ എടുത്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് ആ സമ്മുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദ ഡിഫറൻസ് ഈസ് 14 ഓൾവേസ്. അപ്പോൾ നമ്മളിനി വേറൊരു 4 നമ്പർ എടുത്തിട്ട് അതിൻ്റെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഡയഗണൽ പെയേഴ്സ് അല്ലേ? അപ്പോൾ ആദ്യത്തെ പെയേഴ്സ് എന്ന് പറയുന്നത് 2, 10 ആണ്. അപ്പോൾ 2² + 10². എത്രയാണ് നമുക്ക് നോക്കാം? 2² 4 ആണെന്ന് നമുക്കറിയാം. 10² 100ഉമാണ്. ദെൻ വി ഗെറ്റ് 104 കിട്ടി, അതായത് 104 കിട്ടി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3² + 9² ആണ്. അതായത് 3² എന്ന് പറയുമ്പോൾ 9, 9² എന്ന് പറയുമ്പോൾ 81, അതായത് 90. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 14 കിട്ടി. അപ്പോൾ നമുക്ക് 14 തന്നെയാണ് വരുന്നത്. ഇനി എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദ ഡിഫറൻസ് ഈസ് ഓൾവേസ് 14. എന്തുകൊണ്ട് 14 തന്നെ എല്ലായ്പ്പോഴും ഡിഫറൻസ് വരുന്നു എന്ന് നമുക്ക് ഇനി പ്രൂവ് ചെയ്യണം. ആൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ അത് ചെയ്തുകൂടെ? ഇതപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മളൊരു സ്ക്വയറിനെ അവിടെ തന്നെ നിർത്താം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യാൻ എളുപ്പത്തിനാണ്, അതിൻ്റെ റിലേഷൻ കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്താ? ഈ 2 ആണ് ഫസ്റ്റ് നമ്പർ. ഈ കേസിൽ 2നോട് കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 2ൻ്റെ സ്ഥാനത്ത് എക്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അടുത്ത നമ്പർ എന്ത് വരും? x+1 അല്ലേ? ഇതൊക്കെ നമ്മൾ ഇക്വേഷൻസ് ലെസണിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതും തമ്മിൽ എന്താ ഡിഫറൻസ് വരുന്നത്? x+7 അല്ലേ? 7ൻ്റെ ഡിഫറൻസ് ആണ്. ഇത് നോക്കുക എത്രയാണ്. 2നോട് കൂടി എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നതെന്ന് നിങ്ങൾ എണ്ണി നോക്കുക. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലാത്ത കുട്ടികൾക്ക് ഇത് ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് കുറച്ച് മാത്സിൽ ഇത്തിരി പിന്നോക്കായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്ന് എണ്ണി നോക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ അറിയാം എത്രയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കുക x+7. അടുത്തതോ 2ഉം 10ഉമായിട്ട് എത്ര ഡിഫറൻസ് വരുന്നത്? അപ്പോൾ ആ നമ്പർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2നോട് കൂടി 8 ആഡ് ചെയ്യുമ്പോഴാണ് 10 വരുന്നത്. x+8. അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ വേരിയബിൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡയഗണൽ പെയേഴ്സിൻ്റെ സ്ക്വയർ ഇവരുടെ സമ്മ് കണ്ടുപിടിക്കാം. x² + x+8 ഹോൾ സ്ക്വയർ. x² എന്ന് പറയുന്നത് x² അല്ലേ? x+8 ഹോൾ സ്ക്വയറിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്, x+y ഹോൾ സ്ക്വയർ. അതിൻ്റെ എക്സ്പാൻഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? എത്ര വരെ? അപ്പോൾ x² + 2xy എന്ന് പറയുമ്പോൾ 2 × x × 8 അല്ലേ? x × 8 + 8². അതായത് x² + 2 × 8 എന്ന് പറയുമ്പോൾ 16x + 8² എന്ന് പറയുമ്പോൾ 64. ഇതുകൂടി ഇവിടെ ഒരു x² എടുക്കുന്നുണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതും കൂടി ഈ x² കൂടി ആഡ് ചെയ്യുമ്പോൾ 2x² ആയി.
അപ്പോൾ ഈ രണ്ട് ഡയഗണൽസ് തമ്മിലുള്ള സ്ക്വയറുകളുടെ സമ്മ് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ആണ് കാണേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ ഈക്വൽസ് എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതും എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പോലെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ, അതായത് എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x അല്ലേ പ്ലസ് 1. എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരാ? എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7 പ്ലസ് 7 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 14x പ്ലസ് 7 സ്ക്വയർ എത്രയാ? 49. ഇനി ഈ രണ്ട് സമ്മുകളും തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 49 പ്ലസ് 1 നമുക്ക് 50 കിട്ടി. പ്ലസ് 14x പ്ലസ് 2x എന്ന് പറയുമ്പോൾ 16x പ്ലസ് എക്സ് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ. അപ്പം അങ്ങനെ രണ്ടാമത്തെ പെയറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യണം അല്ലേ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം നമുക്ക്. 2x സ്ക്വയർ പ്ലസ് 16x പ്ലസ് 64 മൈനസ് ചെയ്യണം, ഇത് മൂന്നും മൈനസ് ചെയ്യേണ്ടതാണ്. 2x സ്ക്വയർ പ്ലസ് 16x പ്ലസ് 50. അപ്പോൾ മൈനസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഇക്വേഷൻസ് മൈനസ് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ആക്കണം. എന്നിട്ട് അപ്പുറത്ത് കിടക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റിപ്പോവും. അപ്പോൾ ഇത് പ്ലസ് ആക്കി, ഇത് നെഗറ്റീവാക്കി, ഇത് നെഗറ്റീവാക്കി, ഇത് നെഗറ്റീവാക്കി, എല്ലാത്തിൻ്റെയും ചിഹ്നം മാറ്റി. എല്ലാം പ്ലസ് ആയിരുന്നു, ഒക്കെ ഇതിലും നെഗറ്റീവാക്കി നമ്മൾ. അപ്പോൾ എന്ത് വരും? 2x സ്ക്വയറും നെഗറ്റീവ് 2x സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആയി. പ്ലസ് 16xും മൈനസ് 16xും കൂടി ആഡ് ചെയ്തപ്പോൾ അതും പോയി. പ്ലസ് 64ഉം മൈനസ് 15 തമ്മിൽ എന്ത് ചെയ്യാം? പ്ലസ് 64 മൈനസ് 50 എന്ന് പറയുമ്പം 64ൽ നിന്ന് 50 മൈനസ് ചെയ്ത് നമുക്ക് 14 കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ആൾജിബ്രയിൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എത്ര ഡിഫറൻസ് വന്നേ? 14 തന്നെ. അടുത്തതും ഇതുപോലെ തന്നെ. ടേക്ക് 9 നമ്പേഴ്സ് ഫോമിങ് സ്ക്വയർ ഇൻ എ കലണ്ടർ. അത് 4 നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് നമ്മൾ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇത് 9 നമ്പേഴ്സാണ് മാത്രം. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സിലുള്ള 4 നമ്പർ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിച്ചു. കണ്ടില്ലേ? അപ്പോൾ 56 ആണ് ഡിഫറൻസ് കിട്ടിയത്. ഡു ദിസ് ഫോർ അതർ സച്ച് 9 നമ്പേഴ്സ്. വേറൊരു 9 നമ്പേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ചെയ്തുകൂടെ? ഇനി എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദി ഡിഫറൻസ് ഇസ് ഓൾവേസ് 56. എന്തുകൊണ്ടാണ് ഇങ്ങനെ 56 തന്നെ ഡിഫറൻസ് ഓൾവേസ് വരുന്നതെന്ന് നമുക്ക് ആൾജിബ്രയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു എളുപ്പ വഴി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ടേക്ക് ദ നമ്പർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ ആസ് എക്സ്. നമുക്ക് എളുപ്പമാണ്. എന്ത്? സെൻറ്ററിൽ നമ്മളെപ്പോഴും ആദ്യം എടുക്കുന്ന നമ്പറാണ് നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കുക. അതിന് വരെ സെൻറ്ററിൽ എടുക്കുന്ന നമ്പർ എക്സ് ആയിട്ട് കൊടുത്താൽ എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് നോക്കി നോക്കാം. എക്സ് നടുവിൽ കൊടുത്തു. സാധാരണ നമ്മളിവിടെ എക്സ് കൊടുക്കും, ഇവിടെ എക്സ് പ്ലസ് 1, ഇവിടെ എക്സ് പ്ലസ് 2 അങ്ങനെ കൊടുക്കും അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ക്വയറിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പം സെൻറ്ററിൽ എടുക്കുന്നത് 11 ആണ്. 11നെയാണ് നമ്മൾ എക്സ് ആയിട്ട് വിചാരിച്ചത്. അപ്പോൾ ഈ 11ഉമായിട്ട് അതിൻ്റെ ചുറ്റും കിടക്കുന്ന നമ്പേഴ്സ് ഈ ചുറ്റുമുള്ള കോളങ്ങളിൽ നമുക്ക് ഇനി എക്സ് വെച്ചിട്ടുള്ളത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിലേഷൻ എന്താണ്? ഓരോ നമ്പറുമായിട്ട് എത്ര ആഡ് ചെയ്താലാണ് ആ നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര മൈനസ് ചെയ്യുമ്പോഴാണ് നമ്പർ കിട്ടുന്നത്, അതിനനുസരിച്ചിട്ട് വേണം ഈ കോളങ്ങളിൽ ഫില്ല് ചെയ്യാൻ. അപ്പോൾ തെറ്റില്ല. അപ്പോൾ 11 കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് 11 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പറാണ്. അപ്പോൾ എക്സ് പ്ലസ് 1. ഇവിടെ എക്സിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പറാണ്. അപ്പോൾ എക്സ് മൈനസ് 1. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇതിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ആഴ്ചയിലത്തെ നമ്പർ എക്സ് മൈനസ് 7 ആയിരിക്കും. ഇത് വരെ ഓക്കെ ഇല്ലേ? ഇത് നോക്കിയേ, ഈ കോളത്തിൽ ഇപ്പോൾ കിടക്കുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 19 ആണ് കിടക്കുന്നത്. 19 എന്ന് പറയുമ്പോൾ ഈ നടുവിൽ കിടക്കുന്ന 11ഉം 19 തമ്മിലുള്ള റിലേഷൻ ഒന്നിട്ടാ ഈ എക്സിൻ്റെ കൂടെ
8 ആഡ് ചെയ്യുന്നതാണ് 19 അല്ലേ. 11ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോഴാണ് 19 കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ 8 ആഡ് ചെയ്തു. അപ്പോൾ അതുപോലെ ഇവിടെ ആകുമ്പോഴോ എക്സ് പ്ലസ് 6 അല്ലേ. 17 എന്ന് പറയുമ്പോൾ 11ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോഴാണ് 17 കിട്ടുന്നത്. തെറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ എത്ര വരുന്നത്? ഇവിടെ വരുന്ന നമ്പർ 5 ആണ്. അപ്പം എക്സിൽ നിന്നും എത്ര 11ൽ നിന്നും എത്ര മൈനസ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുക? 6 മൈനസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അവിടെ എക്സ് മൈനസ് 6. ഇനി ഇവിടെ എടുക്കുന്ന നമ്പർ എത്രയാണ്? 3. അപ്പോൾ 11ൽ നിന്ന് എത്ര മൈനസ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുക എന്ന് ആലോചിച്ച് നോക്കിയേ. 8 മൈനസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 8 വരും. അപ്പോൾ നമുക്ക് എല്ലാ കോളത്തിലത്തെയും കിട്ടി. ഇനി നമുക്ക് കോർണേഴ്സിലത്തെ മാത്രം നമ്പേഴ്സ് അല്ലേ, കോർണറിൽ കിടക്കുന്നത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പെയേഴ്സിൻ്റെ സമ്മ് കാണണം. സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് സമ്മ് കണ്ടിട്ട് വേണം അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം നമുക്ക് അല്ലേ. നമുക്കിത് രണ്ടും എടുക്കാം. എക്സ് പ്ലസ് 6 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 6 അല്ലേ. 6 പ്ലസ് 6 സ്ക്വയർ അതായത് എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 12x പ്ലസ് 36 അല്ലേ. ഇനി എക്സ് മൈനസ് 6ഓ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ ഇതുപോലെ തന്നെ അല്ലേ. എക്സ് ഇൻറ്റു 6 പ്ലസ് 6 സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ പ്ലസ് പ്ലസ് അല്ല വരെ മൈനസ് 2 ഇൻറ്റു 6 പറയുമ്പോൾ 12x പ്ലസ് 36. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? രണ്ടിൻ്റെ സ്ക്വയേഴ്സ് കിട്ടി. ഇനി ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഇതും കൂടി ഇതിൻ്റെ കൂടിയിട്ട് ആഡ് ചെയ്യാം. 12x പ്ലസ് 36. അപ്പോൾ എക്സ് സ്ക്വയറും തമ്മിൽ കൂട്ടിയപ്പോൾ 2x സ്ക്വയർ കിട്ടി. മൈനസ് 12xും പ്ലസ് 12xും വെട്ടിപ്പോയി 0. ഇനി 36ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരാ? 72 വന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ സമ്മ് 2x സ്ക്വയർ പ്ലസ് 72 കിട്ടി. അതാണ് എടുക്കട്ടെ. അടുത്ത പെയർ നമുക്ക് എടുക്കാം. ഇത് രണ്ടും അല്ലേ. എക്സ് മൈനസ് 8 സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. സ്ക്വയർ കണ്ടുപിടിക്കാണ്ട് രണ്ടും ആദ്യമേ പ്രോഡക്റ്റ് കണ്ടുപിടിക്കിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എടുക്കണത്? സ്ക്വയർ. അപ്പം എന്ത് വന്നു? 8 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരാ? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 8 16x പ്ലസ് 64 ഒരെണ്ണത്തിന് കിട്ടി. ഇനി എക്സ് മൈനസ് 8ഓ അല്ല എക്സ് പ്ലസ് 8 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ പ്ലസ് ആവുന്നു മാത്രം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 16x പ്ലസ് 64 ആവും അല്ലേ. ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ നേരത്തെ പോലെ തന്നെ 2x സ്ക്വയർ വന്നു അല്ലേ. എക്സ് സ്ക്വയർ കൂടി കൂട്ടിയപ്പോൾ മൈനസ് 16xും പ്ലസ് 16xും വെട്ടിപ്പോയി 0 ആയി. ഇനി 64 കൂടി ആഡ് ചെയ്യുമ്പോൾ 4 പ്ലസ് 4 8 128 കിട്ടി. 2x സ്ക്വയർ പ്ലസ് 128 കിട്ടി. ഇനി മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നമ്പർ മുകളിലിടട്ടെ, ചെറിയ നമ്പർ അടിയിലിടാം. 2x സ്ക്വയർ പ്ലസ് 72 അല്ലേ അതിനെ. ഇനി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്ലസ് ആക്കും. എന്നിട്ട് മറ്റേതിൻ്റെ രണ്ടിൻ്റെയും സൈൻ മാറ്റി. അപ്പോൾ 128ഉം മൈനസ് 72 തമ്മിൽ ആഡ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? 128നും 72 മൈനസ് ചെയ്യണം അല്ലേ. 6 5 2x സ്ക്വയറും മൈനസ് 2x സ്ക്വയറും വെട്ടിപ്പോയി 0. അപ്പം അങ്ങനെ നമുക്ക് 56 കിട്ടി. 56 തന്നെയല്ലേ? യെസ്. എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും 56 തന്നെ കിട്ടുന്നത് എന്നാണ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മളത് ചെയ്തു ആൾജിബ്ര വെച്ച്. മനസ്സിലായില്ലേ? അപ്പം ഇതിലൊരൊറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ള സെൻറ്ററിലുള്ളത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു മാത്രം. ഞാൻ അടുത്ത് നോക്കി ഇതുപോലെ ടേക്ക് 9 numbers ഫോമിങ് എ സ്ക്വയർ ഇൻ എ കലണ്ടർ ആൻഡ് മാർക്ക് ദ 4 numbers
മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, കോർണേഴ്സിലുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഒന്നും കാണാം. അപ്പോൾ സിമ്പിളാണ്. എന്ത് ചെയ്യണം, അത് തമ്മിൽ വെറുതെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ എത്രയുണ്ട്, 28 ആണ് ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത്. വേറെ 9 നമ്പേഴ്സിൻ്റെ എടുത്തിട്ട് നിങ്ങളത് സ്വയം ചെയ്ത് നോക്കുക. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര. വൈ ദ ഡിഫറൻസ് ഓൾവേസ് എത്രയാണ് 28 എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ സെൻട്രലത്തെ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഇതിലൊരു ഭാഗ്യം എന്താണ്, സ്ക്വയർ കണ്ടുപിടിക്കണ്ട, നേരെ നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. x-8 × x+8. അപ്പോൾ ഇതെന്താ, x+y × x-y പോലെയല്ലേ എടുക്കണത്. അപ്പോൾ നമുക്ക് സുഖമായി ഒന്നും ചെയ്യാൻ നിങ്ങളുടെ x² - 8² അല്ലേ. x+y × x-y എന്ന് പറയുമ്പോൾ എന്താണ് ഉത്തരം, x² - y² അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് കണ്ടുപരിചയമുള്ള ഫോർമുലാസിൻ്റെ രൂപത്തിൽ ഏതാ വരുന്നത് അവിടെ അത് അപ്ലൈ ചെയ്യണം. അടുത്തതായിട്ട് ഇത് രണ്ടും കൊടുക്കാം നമുക്ക്. x+6 × x-6. അപ്പോൾ എന്താ ഉത്തരം വരാ, x² - 6² അല്ലേ. ഇനി ഇതിൻ്റെ എന്താ കണ്ടുപിടിക്കണ്ടേ, ഡിഫറൻസ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. x² x² തന്നെ, 8² എന്ന് പറയുമ്പം 64 ആകും, മൈനസ് x² - 36. അപ്പം മൈനസ് വരുമ്പോൾ നമ്മൾ പ്ലസ് ആക്കി, ഇത് നെഗറ്റീവ് ആക്കി, ഇത് പ്ലസ് ആക്കി അല്ലേ. അപ്പം x² വെട്ടിപ്പോൾ 0. നെഗറ്റീവ് പോസിറ്റീവ് ആണ് നമ്മൾ മൈനസ് ചെയ്യും അല്ലേ. അപ്പം എത്ര വരും, 8 2 28 ആൻസർ കിട്ടി. 28 അല്ല വന്നിരിക്കുന്നത്, യെസ്, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഇസ് ഓൾവേസ് 28 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ആ ഇക്വേഷൻ്റെ ലെസണിൽ ചെയ്ത പോലെ തന്നെയാണ് കലണ്ടർ മാത്ത്. ഇതിൽ എന്തിട്ടാണ് വ്യത്യാസം, നമ്മൾ സെൻട്രൽ എക്സ് ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് x+y × x-y ഇല്ലേ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പം ഇങ്ങനത്തെ വരുമ്പോൾ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടാണോ സമ്മ് കണ്ടുപിടിക്കേണ്ടത്, അതോ അല്ലാണ്ട് പ്രോഡക്റ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ലെസൺ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്.